നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. AI സോഷ്യലിസത്തിലേക്ക് നയിക്കുമെന്ന മുൻ പ്രസ്താവന തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാൽ സമൂഹത്തെ കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയെന്ന് MV ഗോവിന്ദൻ. തൊഴിലില്ലായ്മ കുതിച്ചുയരുമെന്നും ആരോപണം. പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെടും. കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം വർദ്ധിക്കും. മിച്ച മൂല്യവിഹിതം വലിയ തോതിൽ വർദ്ധിക്കുമെന്നും CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ. തൊഴിൽ നഷ്ടപ്പെടുക 60% പേർക്ക്. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് കയ്യിലും കാലിലും വിലങ്ങണിയിച്ച് നാട് കടത്തിയതിനെതിരെ അതിരൂക്ഷ വിമർശനം. അതിവേഗം വികസന കുതിപ്പ് നടത്തുന്ന ചൈനയെ അമേരിക്ക കടന്നാക്രമിക്കുന്നു. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ അതിൽ കണ്ണിചേരുകയാണെന്നും ഇത് അപലപനീയമാണെന്നും ഗോവിന്ദൻ. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കുന്നുംകുളത്ത് വിപ്ലവക്കരുത്തിന്റെ പ്രതീകം തീർത്ത് ആവേശോജ്വല തുടക്കം. തൃശൂരിൽ BJPയുടെ വളർച്ച തടഞ്ഞു നിർത്താനായില്ലെന്ന് റിപ്പോർട്ടിൽ സ്വയം വിമർശനം. ക്രൈസ്തവ മേഖലയിൽ BJP സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. കരുവന്നൂർ പാർട്ടിക്ക് സമ്മാനിച്ചത് വലിയ നാണക്കേട്. പ്രാദേശിക ജാഗ്രത കുറയുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ജില്ലാ സെക്രട്ടറി MM വർഗീസ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ. കുന്നംകുളം ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ജില്ലാ സമ്മേളനം. മുതിർന്ന നേതാവ് NR ബാലൻ രക്തപതാക ഉയർത്തി. നടക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ഒടുവിലത്തെ ജില്ലാ സമ്മേളനം. പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ ഒയാസിസ് കമ്പനി 24.59 ഏക്കർ ഭൂമി സ്വന്തമാക്കി പോക്കുവരവ് നടത്തി കൈവശം വെച്ചിരിക്കുന്നതായി മുൻ MLA അനിൽ അക്കര. നടന്നിട്ടുള്ളത് നിയമവിരുദ്ധ പ്രവർത്തനം. കേരള ഭൂപരിഷ്കരണ നിയമത്തിന് വിരുദ്ധം. രജിസ്ട്രേഷൻ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ച് കേസെടുക്കണം. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകി. കമ്പനികൾക്ക് സംസ്ഥാനത്ത് നിയമാനുസരണം കൈവശം വെക്കാവുന്ന ഭൂമി 15 ഏക്കർ മാത്രമെന്നും അനിൽ. മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാന വീണ്ടും അതിരപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ. ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ വനം വകുപ്പ് മയക്കുവെടി വെച്ച് ചികിത്സ നൽകി ഉൾവനത്തിൽ വിട്ട ആനയാണ് വീണ്ടും നാട്ടിലിറങ്ങിയത്. ആന അക്രമാസക്തൻ എന്ന് നാട്ടുകാർ. മുറിവ് പൂർണ്ണമായും ഉണങ്ങിയിട്ടില്ലെന്നും ജനങ്ങൾ. ആനയെ നിരീക്ഷിച്ചു വരികയാണെന്നും ഭയപ്പെടേണ്ടതില്ലെന്നും വനംവകുപ്പ്. എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്ര ആറാട്ടുത്സവത്തിനിടെ ആനയിടഞ്ഞത് പരിഭ്രാന്തിയായി. ശിവൻ എന്ന കൊമ്പനാണ് കുറുമ്പ് കാട്ടി പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ആനപ്പുറത്തിരുന്ന ക്ഷേത്രം മേൽശാന്തി വീടിന്റെ ശുചിമുറിയിലേക്ക് ചാടി രക്ഷപ്പെട്ടു. എലിഫന്റ് സ്ക്വാഡും പാപ്പാമാരും ചേർന്ന് അതിവേഗം തളച്ചതിനാൽ വൻ നാശനഷ്ടങ്ങൾ ഒഴിവായി. ചൂട് വർദ്ധിക്കുന്നതോടെ ആനകൾ ഇടയുന്നത് നിത്യസംഭവമാകുന്നു. ജില്ലയിൽ വീണ്ടും അതിമാരക മയക്കുമരുന്ന് വേട്ട. MDMAയുമായി 2 യുവാക്കൾ പോലീസ് പിടിയിൽ. കാറിന്റെ സൈഡ് മിററിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. റെഡിമെയ്ഡ് വസ്ത്ര വിൽപ്പനക്കാരെന്ന വ്യാജേനയായിരുന്നു ലഹരി കച്ചവടം. കുടുംബ വഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. പാലക്കാട് ഉപ്പുംപാടത്താണ് സംഭവം. തോന്നല്ലൂർ സ്വദേശിനി ചന്ദ്രികയാണ് മൃഗീയമായി കൊല്ലപ്പെട്ടത്. ആത്മഹത്യക്ക് ശ്രമിച്ച പരിക്കുകളുടെ ഭർത്താവ് രാജനെ മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാജൻ ചന്ദ്രികയെ നേരത്തെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി കണ്ടെത്തൽ. കൈപ്പറമ്പ് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രദ്ധേയ പദ്ധതി.
ഓർക്കിഡ് കൃഷിയുടെ സൗന്ദര്യ മികവിലേക്ക് പഞ്ചായത്ത് വഴിമാറുന്നു. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓർക്കിഡ് തൈകളും വളവും വിതരണം നീക്കിവെച്ചത് 1,90,000 രൂപ. 75% സബ്സിഡിയോടെ ഒരു ഗുണഭോക്താവിന് 25 തൈകൾ നൽകും. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ ഉദ്ഘാടനം ചെയ്തു. ടൈലർമാരുടെ സംഘടനാ കരുത്തിന്റെ പ്രതീകം തീർത്ത് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തിരൂർ ഏരിയ സമ്മേളനം. അമ്പലപ്പാട് സഹകരണ ബാങ്കിന്റെ പറമ്പ്രായി ബ്രാഞ്ച് ഹാളിൽ സമ്മേളനം. ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കപ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വീരശൈവ മഹാസഭയ്ക്ക് പുതിയ അധ്യക്ഷൻ. സംസ്ഥാന പ്രസിഡന്റായി മാള മോഹനനെ തെരഞ്ഞെടുത്തു. സഭയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു മോഹനൻ. ഞായറാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. വെളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് തിങ്കളാഴ്ച സമാപനം. ശാസ്ത്രജ്ഞർക്കൊപ്പം വിദ്യാർത്ഥികൾ പ്രഭാത നടത്തത്തിൽ കണ്ണികളാകും. പ്രശസ്ത ശാസ്ത്രജ്ഞർ വിദ്യാർത്ഥികളുമായി സംവദിക്കും. ബിരുദാനന്തര ബിരുദധാരികളുടെ ഇന്ററാക്റ്റീവ് സെഷൻ നടക്കും.